ഇത് റോട്ട് വീലർ എന്ന് പറയുന്ന ബ്രീഡാണ്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ജർമ്മൻ സ്വദേശികളാണ് ഇവർ. ഇപ്പോൾ പക്ഷേ കൂടുതലായിട്ടും റോട്ട് വീലേഴ്സ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സെർബിയയിൽ നിന്നാണ്. ഇവനും സെർബിയയിൽ നിന്ന് വന്നൊരു ഡോഗ് തന്നെയാണ്. ഇവൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംബ്ലീബി ഫ്രം റോയൽ ബ്രീഡ് എന്നാണ് ഇവൻ്റെ പേര്. ഇവൻ്റെ ഫാദർ വരുന്നത് ഡോക്ടർ ടിമിറ്റോറും മദർ വരുന്നത് ആയ ഫ്രം റോയൽ ബ്രീഡ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ചാമ്പ്യനുമാണ്. അപ്പോൾ എൻ്റെ അടുത്തെത്തിയിട്ട് 1 വർഷമായി, മൊത്തത്തിൽ ഇന്ത്യയിലെത്തിയിട്ട് 4 വർഷമായി. ഇപ്പോൾ ഇവന് 7 വയസ്സായി. ഇപ്പോൾ 7 വയസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്ക്. ഏകദേശം ഒരു 3.5 വയസ്സിലാണെന്ന് തോന്നുന്നു, 3 വയസ്സിലാണെന്ന് തോന്നുന്നു അവൻ ഇവിടെ വന്നത്. ഇപ്പോൾ 4 വർഷമായി, 2021. ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നാമത്തതിൽ ശരിക്കും റോട്ട് വീലേഴ്സൊക്കെ മേക്ക് ചെയ്ത് ഉണ്ടാക്കിയെന്ന് പറയുന്നത് ശരിക്കും ഷീപ്പ് ഡോഗ്സ് ഒക്കെ പോലൊരു സംഭവമായിട്ടാണ്. അതായത് അവിടെയുള്ള ഈ ആട്ടുകളെ നോക്കാനും ആടുകളെയൊക്കെ നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ മേക്ക് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഇതൊരു ഫാൻസി ടൈപ്പിലേക്ക് മാറി. ഇപ്പോൾ ആൾക്കാർക്ക് ഒരു ട്രെൻഡായി മാറി റോട്ട് വീലർ എന്ന് പറയുന്നത്. മുമ്പ് കാലഘട്ടങ്ങളിൽ വന്നിരുന്ന റോട്ട് വീലേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് മുഖമൊക്കെ കൂർത്ത് സൈസൊക്കെ കുറവായിരുന്നു. കുറച്ച് അതായത് നോർമലി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാടൻ നായ്ക്കളേക്കാൾ കുറച്ചും കൂടി വലുത്. എന്നാൽ ഇതേ കളർ തന്നെയാണ്. കാരണം ഇത് സിംഗിൾ കളറേ വരുന്നുള്ളൂ. ബ്ലാക്ക് ആൻഡ് ടാൻ എന്നാണ് ഈ കളറിനെ പറയുന്നത്. ഈ കളർ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ മാറി ട്രെൻഡ് എന്ന് പറയുന്നത് പഞ്ച് ഹെഡ്. അതായത് ഇതേപോലെ മാക്സിമം ഷോർട്ട് നോസ്, വലിയ തല, വലിയ ശരീരം. ഇപ്പോൾ കൂടുതലും നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ പണ്ട് നായ്ക്കളെ നമ്മൾ എങ്ങനെയാണോ വളർത്തിയിരുന്നത്, അതായത് വീട്ടിലെ ബാക്കി വരുന്ന ഭക്ഷണവും അതൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ ഇന്ന് ഇവർക്ക് സ്പെസിഫൈ ചെയ്ത ഭക്ഷണം കൊടുത്തിട്ടാണ്. അതായത് നമ്മൾക്കിപ്പോൾ ഒരു മാസം മനുഷ്യന് വരുന്ന ചിലവിനൊക്കെ കൂടുതൽ ശരിക്കും ഡോഗ്സിന് വരുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മൊത്തത്തിൽ നല്ല രീതിയിലുള്ള ഫുഡ്, സപ്ലിമെൻറ്റ്സുകൾ, നമ്മൾ മനുഷ്യന്മാർ കഴിക്കാത്ത സപ്ലിമെൻറ്റ്സുകൾ, അതായത് മൾട്ടി വൈറ്റമിൻ, കാൽസ്യം, ഇതൊക്കെ ഇവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടാണ് ഇവരെ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. നമുക്ക് മുമ്പ് കാലങ്ങളിൽ നമ്മൾ നായ്ക്കളെ വളർത്തിയിരുന്നത് ഒരു ഗാർഡ് പർപ്പസ് ആണെന്നെങ്കിൽ ഇന്നതൊരു ട്രെൻഡ് മാറി. ഇപ്പോൾ വീട്ടിൽ നല്ല കാറുകൾ വാങ്ങുന്ന പോലെയാണ്. ഒരു നല്ല കാറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ നമുക്കിപ്പോൾ ദൂരം പോകാൻ വേണമെങ്കിൽ ഒരു നാനോ വാങ്ങിയാൽ മതി. പക്ഷെ നല്ലൊരു വീട്ടിൽ ഒരു ബെൻസ് കാര്യങ്ങൾ വാങ്ങുന്നത് പോലെ തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴത്തെ കാലത്ത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് റോട്ട് വീലർ ആണെന്നൊക്കെ ചെറിയ പിള്ളേർക്ക് വരെ, നമ്മളെ വിളിക്കുന്ന പിള്ളേർ വരെ നമ്മളോട് പറയുന്നത് ചേട്ടാ പഞ്ച് ഹെഡ് ആണോ ഷോർട്ട് നോസ് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമുക്കൊരു ജീവിതമാർഗ്ഗമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. കാരണം ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തിരക്കില്ലാത്ത വിലകൾ കിട്ടുന്നുണ്ട്. ഇവരെ നോക്കാനുള്ളതിൻ്റെ ഇരട്ടി വിലകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ, കാരണം ഇപ്പോൾ ഇതേപോലെയൊക്കെ ഒരു സൈസിലും കാര്യങ്ങളിലും അവരെ ഭംഗിയിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിച്ച് നമ്മൾ വിളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോസ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മക്കളെ കിട്ടുമോ, എന്താണ് റേറ്റ്, നമുക്ക് നഷ്ടമില്ലാത്തൊരു തുകയ്ക്ക് നമുക്ക് ഇവരെ കുഞ്ഞുങ്ങൾ വിറ്റ് പോകുന്നുമുണ്ട്. 300 ഗ്രാം ഡോഗ് ഫുഡ്, അതുപോലെ എഗ്ഗ് എന്ന് പറയുമ്പോൾ ഒരു 4 എഗ്ഗ് രാവിലെ ഞാൻ കൊടുക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് അത് അവന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഞാൻ ഇവന് കൊടുക്കുന്നത് ചിക്കൻ കീമയാണ്. ഇവിടെ നമുക്ക് കീമ അവൈലബിൾ ആണ്. ചിക്കൻ കീമയും റൈസ് കുറവ്, കീമ കൂടുതലും റൈസ് കുറവാണ് നമ്മൾ കൊടുക്കുന്നത്. ആ സമയത്ത് ഇതുപോലെ തന്നെ അയൺ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അവനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൺഡേസുകളിലാണ് കൂടുതൽ ഞാൻ അവനെ കുളിപ്പിക്കുന്നത്. പിന്നെ ഞാൻ ഈ ചൂടുള്ളതാണ്, ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ക്ലൈമറ്റ് തണവാണ്. പക്ഷെ നോർമലി ചൂട് കാര്യങ്ങൾ വരുമ്പോൾ ഞാനൊരു മോർണിംഗ്, അതൊരു 10 to 11 o'clock അതായത് ജസ്റ്റ് പുറത്തിറക്കി വെള്ളമൊക്കെ അടിച്ച് ഒന്ന് ലെവലാക്കി ഒന്ന് കൂളാക്കിയിട്ട് ഇടും. കാരണം ബേസിക്കലി ഇവർ ഈ കറുപ്പമാണ്, പിന്നെ അതിൽ അത്ര ചൂടും വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാരണം ഒന്ന് തണുപ്പിച്ച് അങ്ങനെ ഇടും. എല്ലാ ആഴ്ചയിലും ഒരു സൺഡേ നല്ല രീതിയിലൊരു ബാത്ത് കൊടുക്കാറുണ്ട് അവർക്ക്. പിന്നെ ഒരു മന്ത്ലി വൺസ് അല്ലെങ്കിൽ ഒരു 14 ദിവസത്തിൽ ഒരിക്കൽ ഇവരെ ഗ്രൂമിങ്, അതായത് നമ്മളുടെ ഒരു വീട്ടിൽ വന്ന് ചെയ്യുന്നൊരു പയ്യനുണ്ട്, നമ്മുടെ സുഹൃത്തുണ്ട്. അപ്പോൾ ആ പയ്യൻ വന്ന് നെയിൽ കട്ടിങ്, അതുപോലെ ബാക്കി എല്ലാ ഹെയർ കാര്യങ്ങൾ, കോമ്പിങ് കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യാറ്. പിന്നെ ചില സമയങ്ങളിൽ ഇപ്പോൾ പുള്ളി അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കടയുണ്ട്, ഷോപ്പുണ്ട്, പെറ്റ് ഷോപ്പുണ്ട്, അവിടെയും കൊണ്ടുപോയിട്ട് ഞാൻ ഗ്രൂമിങ് കാര്യങ്ങൾ ചെയ്യാറ് പതിവ്. ഈ നെയിൽ കട്ടിങ് കാര്യങ്ങളൊക്കെ, കാരണം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, ഇത്രയും ലാർജ് ബ്രീഡാണല്ലോ. എൻ്റെ കയ്യിൽ വേറെ 2 ഫീമെയിലുകളുണ്ട്. അവർ ഇമ്പോർട്ടാണ്, ഇന്ത്യൻ ചാമ്പ്യൻസ് ആണ്. അപ്പോൾ അത് വെൽപ്പ് ഇമ്പോർട്ട് എന്ന് പറയും. അതായത് അവിടെ നിന്ന് വന്ന് ഇവിടെ ഡെലിവറി ആകുന്നത്, അതായത് അവിടെ നിന്ന് പ്രഗ്നൻസിയിൽ ഫീമെയിൽസിന് ഇവിടെ കൊണ്ടുവന്ന് സെർബിയയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ലിറ്റർ ആവുന്നത്, അതായത് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഈ പറയുന്ന വെൽപ്പ് ഇമ്പോർട്ട്സ്. ശരിക്ക് റോട്ട് വീലേഴ്സൊക്കെ ഒരു 10 to 12 ഒക്കെ നമുക്ക് പോകാറുണ്ട്. അതിനും കൂടുതൽ പോയിട്ടുണ്ട്, 15 ഇതൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ മുമ്പ് അതായത് 2009 റോട്ട് വീലർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇതേ ടൈപ്പ് അല്ല, അന്നത്തെ ടൈപ്പിൽ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ഒരു ഏകദേശം 15 വയസ്സിൻ്റെ അടുത്ത് നിന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 14 വയസ്സ് വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഡോഗുകൾ നമുക്ക് കമ്പയറിൽ ഒരു 10 വയസ്സ്, ഒരു 9-10 വയസ്സൊക്കെയാണ് ഇപ്പോൾ ഏകദേശം ഒരു ലൈഫ് സ്പാൻ. പക്ഷെ നമ്മൾ നോക്കുന്നത് പോലെയും കെയർ ചെയ്യുന്നത് പോലെയൊക്കെ ഇരിക്കും. കാരണം
ഇവർക്ക് ഈ ഏജ് ആവും തോറും കൂടുതലായിട്ടുണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ബോഡിയിലുള്ള മിനറൽസിൻ്റെ ഒക്കെ കുറവ് വരുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഫീഡ് ചെയ്ത് കാര്യങ്ങൾ, കാരണം ഇവർക്ക് നിരയ്ക്കും, പിഗ്മെൻറ്റേഷൻ പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ ആ സമയങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ട കെയറുകൾ കാര്യങ്ങൾ കൊടുക്കുക, കാൽസ്യം കാര്യങ്ങളൊക്കെ, കാരണം ബോൺസിനൊക്കെ സ്ട്രോങ് ആക്കാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അധികം ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യിക്കാതിരിക്കുക, പണ്ട് ചെറുപ്പകാലങ്ങളിൽ ഓടിച്ചെന്ന പോലെ വർക്കൗട്ടുകളോ അത് കുറയ്ക്കുക. പിന്നെ കൂടുതലും അവർക്ക് റെസ്റ്റ് കാര്യങ്ങൾ കൊടുക്കാൻ നോക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള അതായത് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹെൽത്തി ഡയറ്റ്, അല്ലാതെ ചുമ്മാ ഫാറ്റ് കയറുന്നൊരു ഡയറ്റ് അല്ലാതെ ഒരു ഹെൽത്തി ഡയറ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ലൈഫ് സ്പാനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ശരിക്കും പപ്പി ടൈമിൽ റോഡ് വീലേഴ്സിനെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് പാർവോ എന്ന് പറയുന്നൊരു വൈറസ് പിടിക്കുന്നൊരിതാണ്. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പിന്നെ റോഡ് വീലേഴ്സ് അല്ല, ബേസിക്കലി എല്ലാ ഡോഗ്സിലും വരുന്നതാണ്. പിന്നെ റോഡ് വീലറിനെ കൂടുതൽ കണ്ടുവരുന്ന സംഭവങ്ങൾ സ്കിൻ ഡിസീസാണ്. കാരണം സ്കിന്നിനുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏജ് ആകുമ്പോൾ ഇവർ ഈ തൈസിലുള്ള പാച്ച് പൊട്ടുക, അങ്ങനെ അത് പ്രോബ്ലംസുകൾ വരാറുണ്ട്. പിന്നെ കൂടുതൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, അതുപോലെ ഇവർക്ക് ഹീറ്റ് സ്ട്രോക്ക് വരാൻ ചാൻസ് കൂടുതലാണ്, കാരണം ഈ കറുപ്പ് ഇതായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെപ്പോഴും കൂളാക്കി നിർത്തുക, ഓവർ ചൂട് എപ്പോഴും വെള്ളം വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് തണലുള്ളിടത്ത് കേജ് അറേഞ്ച് ചെയ്യാൻ മാക്സിമം നോക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇവർക്ക് കൂടുതലായിട്ട് റോഡ് വീലേഴ്സിന് എപ്പോഴും പപ്പീസിലാണ് ഈ പാർവോ എന്ന് പറയുന്നത്. അതൊരു 1 ഇയറിന് മുന്നായിട്ടൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്, ഈ കുഞ്ഞുങ്ങൾക്കാണ് വരുന്നത്. അതാണ് ഞാൻ കൂടുതലായിട്ട് റോഡ് വീലറിനെ കണ്ടുവരുന്നൊരു അസുഖമായിട്ട് കണ്ടിട്ടുള്ളത്. ഇവനും റോഡ് വീലർ തന്നെയാണ്, പുതിയ ടൈപ്പാണ്. കണ്ടോ, പഞ്ച് ഹെഡാണ്, കാരണം ഷോർട്ട് നോസാണ് ഇപ്പോഴത്തെ ടൈപ്പാണ്. പക്ഷേ പുള്ളിക്കാരൻ ഡയറക്റ്റ് ഇമ്പോർട്ടല്ല, പുള്ളിയുടെ മദറിനെ നമ്മൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഞാൻ തന്നെയാണ് കൊണ്ടുവന്നതും ഇവിടെ ബ്രീഡ് ചെയ്ത് ലിറ്റർ ആയതൊക്കെയാണ്. ഇവൻ്റെ പേര് ഹെക്ടർ എന്നാണ്. ഇവനെ ഞാൻ ഒരു ഷോയിലൊക്കെ പ്രസൻറ്റ് ചെയ്തിരുന്നു, പിന്നെ നമുക്ക് ടൈമൊന്നും കിട്ടാത്ത കാരണം നമ്മൾ അങ്ങനെ ചെയ്തില്ല. ഇവനും അത്യാവശ്യം മൈറ്റിങ് ഇതൊക്കെ വരുന്നുണ്ട്. ഇവനെ ഞാൻ ചെയ്യുന്നത് പപ്പി ടൈംസ് ആണ്. പുള്ളിക്ക് ഇപ്പോൾ ഏകദേശം 4 വയസ്സിന് മുകളിൽ, ഏകദേശം 4.5 വയസ്സ് ആവാറായിട്ടുണ്ട്. 2 പേർക്കും ട്രീറ്റ്മെൻറ്റും ഫുഡും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. 2 പേരുടെ ക്യാരക്ടറും ഓൾമോസ്റ്റ് ബേസിക്കൊക്കെ 2 പേരും സെയിം തന്നെയാണ്. പിന്നെ അവനേക്കാളും കുറച്ചും കൂടി യങ്ങാണ് ഇവൻ. പിന്നെ സൈസിലൊരു പൊടിക്ക് ചെറുതും കൂടിയാണ് അവനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ മൊത്തത്തിൽ ആൾ നല്ല ആകാര ഭംഗിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ നല്ലൊരു ആകാര ഭംഗി. പക്ഷേ അവനെ കമ്പയർ ചെയ്യുമ്പോൾ അവനേക്കാൾ ഒരു ചെറിയ സൈസ് കുറവുണ്ട് പുള്ളിക്ക്. 2 പേരും നല്ല ഫ്രണ്ട്ലി ആണ്. ബാക്കിയുള്ള എല്ലാം ബേസിക് സെയിം തന്നെയാണ്. 2 പേരുടെ കേസിൽ ഞാൻ വെള്ളം നനയ്ക്കുന്ന കാര്യങ്ങളും അത് മറ്റവൻ്റെ പറഞ്ഞതുപോലെ തന്നെ, പംബ്ലീബിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം നമ്മൾ ഉച്ച സമയങ്ങളിൽ, അതായത് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ 2 പേരെയും വെള്ളം നനയ്ക്കും. അതുപോലെ തന്നെ വീക്ക്ലി വൺസ് കുളിപ്പിക്കുന്നത്, അതുപോലെ ഇവിടെ വന്ന് ഗ്രൂമി ചെയ്യിക്കും. ചില സമയങ്ങളിൽ ഈ പറയുന്ന പോലെ നെയിൽ കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടും ചെയ്യാറുണ്ട്. ഫാമിലിയായിട്ട് 2 പേരും ഭയങ്കര അറ്റാച്ച്ഡാണ്. എൻ്റെ ചെറിയ മകളായിട്ട് പോലും നല്ല അറ്റാച്ച്ഡാണ്. അവൾക്കിപ്പോൾ ഒരു 6 വയസ്സാവുന്നുള്ളൂ. അപ്പോൾ അവളായിട്ട് പോലും നല്ല അറ്റാച്ച്ഡാണ് അവർ. വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ പോലും ഞാൻ കൂടെയുള്ള ഇന്ന് വരെ ആരും അങ്ങനെ കടിച്ചില്ല. പക്ഷേ കുരയ്ക്കാറുണ്ട് 2 പേരും. ഔട്ട്സൈഡേഴ്സ് വരുമ്പോൾ നന്നായി കുരയ്ക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്ന സമയത്ത് അയച്ചിട്ടാൽ പോലും ഒരു പ്രോബ്ലം ഇല്ല. ഇവിടെ ബ്രീഡ് ചെയ്യിക്കാൻ ഫീമെയിലിനെ കൊണ്ടുവരുന്നവരായിട്ടും ഇന്ന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ 2 പേരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മളായിട്ട്. യഥാർത്ഥത്തിൽ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, റോഡ് വീലേഴ്സ് എന്ന് പറയുമ്പോൾ കടിക്കും, കൊല്ലും, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി. ഡോക്ടറൊക്കെ ഇവരോട് വന്ന് ചോദിക്കുന്നത് എന്താണ്, സുഖമാണോ, ഹെക്ടർ സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആണ് അവർ പിടിക്കുന്നത് തന്നെ. ഇഞ്ചക്ഷൻ അടിക്കുന്ന സമയത്ത് മാത്രമാണ് മാസ്ക് കാര്യങ്ങൾ ഇടുന്നത്. അതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇന്ന് വരെ അത് വെച്ചിട്ട് കടിക്കാൻ നിന്നിട്ടുമില്ല അവർ. പക്ഷെ എന്നാലും നമ്മൾ പറയാൻ പറ്റില്ലല്ലോ, നായ്ക്കളല്ലേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് ആകെ അറിയുന്നത് കുറയ്ക്കാനും കടിക്കാനാണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വേദന വരുമ്പോൾ സ്വാഭാവികം ചിലപ്പോൾ കടിച്ച് പോയേക്കാം. അതുകൊണ്ട് മാത്രം നമ്മൾ മാസ്ക് ഇടുന്നതുള്ളൂ. അവിടെ ചെന്നാൽ പോലും വേറെ ഡോഗുകളായിട്ട് പ്രശ്നങ്ങളില്ല. ഇതിപ്പോൾ നമ്മുടെ സുഹൃത്താണ്, വിവേക് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരു പെറ്റ് ടാക്സി സംഭവങ്ങൾ, പുള്ളിയൊരു പാർട്ട്ണറായിട്ട് ഒരു പെറ്റ് ടാക്സി എന്ന് പറയുന്ന ഒരു സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാർക്കുള്ളൊരു ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ ഡോഗിനെ കൊണ്ടുപോകാൻ ചിലപ്പോൾ ഫാമിലി ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടികളാണെങ്കിൽ മറ്റു പലർക്കും ചിലപ്പോൾ താല്പര്യമാവില്ല, നായ്ക്കൾ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഈ സ്മെല്ലൊക്കെ വരുന്നത് കൊണ്ട് വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമുക്ക് ഒരു വീട്ടിലെല്ലാവർക്കും നായ ഇഷ്ടപ്പെട്ടോളുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ, ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ ഈ പാരലൈസ് ആയി കിടക്കുന്ന ഡോഗുകൾ,
അങ്ങനെയുള്ള സംഭവങ്ങൾ ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചിലപ്പോൾ വിളിക്കുന്നൊരു ഓട്ടോക്കാരൻ പിടിച്ചോളണമെന്നില്ല. പക്ഷെ ഇവർ തന്നെ അത് ടേക്ക് ഓവർ ചെയ്ത്, കാരണം ഇവരുടെ വണ്ടിയുടെ ഉള്ള കേജ് ഉണ്ട്. ഇപ്പോൾ കടിക്കുന്ന നായ്ക്കളാണെങ്കിൽ അവർ കേജിലാണ് കൊണ്ടുപോകുക, അതായത് ക്രൈറ്റ് എന്ന് പറയും, ഡോഗ് ക്രൈറ്റിലെ. ഇപ്പോൾ നമ്മുടെ നായ്ക്കൾ പ്രശ്നമില്ലാത്തത് കൊണ്ട് അവർ കോമൺ ആയിട്ട് അവരെ കെട്ടിയിട്ടാണ് കൊണ്ടുപോകുക. ചിലപ്പോൾ അഴിച്ചിട്ടാലും അവരതിലിരുന്നോളും. അങ്ങനെ അവർ സ്ഥിരമായി പോയി പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ഞാനിവിടെ നിന്ന് എനിക്ക് പോകാൻ പറ്റാത്തൊരു സന്ദർഭമാണെങ്കിൽ പോലും എനിക്ക് അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് അവർ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് തരും നമുക്ക്. ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ നായനെ വളർത്തുമ്പോൾ കോമ്പൗണ്ടോട് കൂടി വളർത്താൻ നോക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നായ്ക്കളാണ്, അവരെന്ത് ചെയ്യുന്നു നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സംഭവം ഇപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഞാൻ അവരെ മോർണിംഗിലും ഈവനിങ്ങിലും അയച്ചിടാറുണ്ട്. രണ്ടുപേരും അത്യാവശ്യം മോർണിംഗിലും ഈവനിങ്ങിലും അത്യാവശ്യം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം പോലെ തന്നെയാണ് വർക്കൗട്ടും മെൻ്റലും ആയിട്ടുള്ളത്. അതായത് മീൻസ് അവർക്ക് മെൻ്റൽ സ്ട്രെസ്സ് കാര്യങ്ങൾ കുറയണം, അപ്പോൾ അവർക്കൊരു റിലാക്സേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ രാവിലെ രാത്രി ഞാനൊരു മിനിമം ഒരു ഹാഫ് ആൻ അവർ ടു 1 hour ഒക്കെ അവർ അയച്ചിടാറുണ്ട്. ചുമ്മാ അവർ ഓടിക്കളിച്ച് അവർക്ക് തന്നെ മടുക്കുന്നൊരു സമയത്ത് അവർ തന്നെ കേജിൽ കയറിക്കോളും. അങ്ങനെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് ചെയ്യാറുണ്ട് നമ്മൾ.